ക്രൂശുമായി നിൻ വഴിയേ തളരാതെ നീങ്ങാൻ നിൻ കൃപയേകണമേ. കള്ളൻ ആരിലാണ് ഒരു കൊച്ചു കള്ളൻ ഒളിഞ്ഞിരിക്കാത്തത്? എല്ലാവരിലും ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ തോന്നുകയാണ് ഞാൻ ഭയങ്കര നിഷ്കളങ്കനാണ്, പെർഫെക്റ്റ് ആണെന്നൊക്കെ. എത്ര വലിയ കള്ളനായാൽ പോലും കർത്താവിൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവനാണെന്നുള്ളതാണ് നമ്മൾ ഈശോയുടെ മരണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിനാഴികയിൽ കാണുന്നത്. ക്രിസ്തുസ്തം തിരുമേനിയെ പറ്റി ഡി ബാബു പോൾ എഴുതിയ ഒരു കൊച്ചു കാര്യമുണ്ട്. അവരൊരുമിച്ച് ജയിലിൽ ഒരു പ്രസംഗത്തിന് പോയതാണ്. തിരുമേനി പറഞ്ഞു, മുന്നിലിരിക്കുന്ന ജയിലിലെ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളൊക്കെ പിടിക്കപ്പെട്ട കള്ളന്മാരാണ്. എന്നിട്ട് വേദിയിലിരിക്കുന്ന എല്ലാവരെയും ചൂണ്ടിയിട്ട് പറഞ്ഞു, ഞാനടക്കമുള്ള ഈ വേദിയിലുള്ളവർ പിടിക്കപ്പെടാത്ത കള്ളന്മാരാണ്. ഈശോയ്ക്ക് കള്ളന്മാരെയും ആവശ്യമുണ്ട്. കാരണം അവന് പറുദീസായിലേക്ക് കൂടെ കൊണ്ടുപോകാൻ ഒരു കള്ളൻ വളരെ പ്രിയപ്പെട്ടതായിട്ട് കൂടെ ഉണ്ടായിരുന്നു. 2 കള്ളന്മാരാണ് ഈശോയുടെ കുരിശിൻ്റെ 2 വശത്തായിട്ടുള്ളത്. അവർക്ക് പേരുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഒരാളുടെ പേര് ദിസ്മസ്, നല്ല കള്ളൻ നമ്മൾ പറയും, മനസ്തപിച്ച കള്ളൻ, പെനിറ്റന്റ് തീഫ്. രണ്ടാമത്തെ കള്ളൻ്റെ പേര് ഗസ്റ്റസ്, അനുദപിക്കാത്ത കള്ളൻ. ഈ 2 പേരുടെയും പ്രാർത്ഥന ഒന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. അനുദപിക്കാത്ത കള്ളൻ്റെ പ്രാർത്ഥന, നീ ക്രിസ്തു ആണെങ്കിൽ ഞങ്ങളെ ഈ കുരിശിൽ നിന്ന് ഇറക്കണമേ എന്നാണ്. പക്ഷേ രണ്ടാമത്തെ കള്ളൻ, നല്ല കള്ളൻ, അയാൾ പറയാണ്, നിനക്കറിയാലോ നമ്മുടെ തെറ്റിൻ്റെ ഫലമാണ്, കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. പക്ഷേ ഇവനാകട്ടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിഷ്കളങ്കനാണ്. ക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിമിഷം പോലും സത്യത്തെ അറിയാൻ, ക്രിസ്തുവിനെ അറിയാൻ ആ നല്ല കള്ളന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താണ്? കർത്താവേ, നീ സ്വർഗരാജ്യത്തെത്തുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്നാണ്. വളരെ ഷോർട്ടായിട്ട് ഈ പ്രാർത്ഥനയെ നമുക്കൊന്ന് സംഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഒരാൾ പറയുന്നത് ഇറക്കണമേ എന്നും മറ്റേ ആൾ പറയുന്നത് ഓർക്കണമേ എന്നുമാണ്. ഏതാണ് നമുക്ക് അഭികാമ്യം? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവെ, കുരിശിൽ നിന്ന് തന്നെ ഇറക്കണമേ എന്നാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അതോ കർത്താവെ, നീ എൻ്റെ ഈ കുരിശു കൂടി ഓർക്കണമേ എന്നാണോ? ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഫലം ചൂടിയ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലാണ് തമ്പുരാൻ ഹൃദയം നിറഞ്ഞ് പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. നമ്മുടെ ജീവിത കുരിശുകൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്കും പറയാം, കർത്താവേ, എന്നെ കൂടി ഓർക്കണമേ.